ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മോളെ ഒരു കുഞ്ഞിക്കല്യാണമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എന്താ പറയുക, നമുക്ക് ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഫംഗ്ഷൻ വയ്ക്കുമ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മോള് ഇങ്ങനെയാവുമ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ആദ്യം തലയിൽ വെളിച്ചെണ്ണ തേക്കുക, അത് കഴിഞ്ഞിട്ട് മഞ്ഞൾ തേച്ച് കൊടുക്കുക. അങ്ങനെ ഒരു ചടങ്ങാണ് ഫസ്റ്റിൽ നമ്മൾ കഴിക്കണത്. അപ്പോൾ വന്ന റിലേറ്റീവ്സ് എല്ലാവരും ഞങ്ങളതിനെ അധികം കുറേ പേരെ വിളിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് റിലേറ്റീവ്സിന് മാത്രം, അതായത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന റിലേറ്റീവ്സില്ലേ, അവരെ മാത്രം വിളിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഫാമിലിയിൽ നിന്നും എൻ്റെ ഫാമിലിയിൽ നിന്നും അങ്ങനെയായിട്ട് കുറച്ച് പേര്, വളരെ ചെറിയ കുറച്ച് പേര് മാത്രമായിട്ട് കഴിച്ച ഒരു ഫങ്ഷനായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ട്, അപ്പോൾ എല്ലാവരും എത്തണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരോടും നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കറക്റ്റ് സമയത്ത് എത്തി. അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ച് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് മഞ്ഞൾ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതോരോരുത്തർ നല്ല രസത്തിൽ നല്ല കുടു ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അവിടെ തേക്കി ഇവിടെ തേക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെറിയ ഐറ്റങ്ങളോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അറിയണില്ല. എന്നാലും ആദ്യം പിന്നെ എൻ്റെ അനിയൻ്റെ കുട്ടിയൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ വരുമ്പോൾ കുടുവിനെ നല്ല പേടിയുണ്ട്, എവിടെയൊക്കെ തേക്കാന്നറിയില്ലേ, വല്ല കണ്ണിലൊക്കെ കുത്തോന്ന് വിചാരിച്ചിട്ട് തേക്കണ കണ്ടില്ലേ. ഒനാലവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഒനാലി ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ഒനാലിന് ഇതൊക്കെ കണ്ടിട്ട് ഒനാലിന് എന്തോ ഒരു കുശുമ്പ് കയറിയിരിക്കുന്നുണ്ട്, ഇവൾക്ക് ചേച്ചിക്ക് ഓരോന്ന് ചെയ്യണ കണ്ടിട്ട്. അപ്പോൾ ഈ ചടങ്ങായിരുന്നു ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോണ ചടങ്ങ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷം നമുക്ക്, എന്താ പറയുക, പിന്നീട് നമുക്കതൊക്കെ കണ്ടിരിക്കാനായിട്ട് ഒരു സന്തോഷത്തിന്. അപ്പോൾ ലാസ്റ്റത്തെ ആളും എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റായിട്ടുണ്ട്. നമ്മൾ അന്നത്തെ ദിവസം എന്ന് പറയാന്ന് വെച്ചാൽ എല്ലാവരും നേരത്തെ വന്ന കാരണം നമുക്ക് പരിപാടിയൊക്കെ നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുളിയും എല്ലാതും നേരത്തെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കലും എല്ലാ പരിപാടിയും അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത്, ഇത് എൻ്റെ അനിയൻ്റെ ഭാര്യ കേട്ടോ, അവളാണ് ഇതിപ്പം ഈ ഫംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് അവളെ കാര്യമാണ്. എല്ലാ കാര്യം കുടുവിനെ ചെയ്തു കൊടുത്ത എല്ലാ കാര്യം അവളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. കുടുവിൻ്റെ ഇപ്പോൾ അന്നത്തെ ഫംഗ്ഷന് ഞങ്ങൾ ഗോൾഡ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഗോൾഡും പിന്നെ ഫുഡുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതെൻ്റെ എൻ്റെ അനിയൻ്റെയും ക്രെഡിറ്റ് അല്ല, എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ ക്രെഡിറ്റാണ്. അവൾക്ക് കേട്ടോ ഫുള്ള് ക്രെഡിറ്റ് ഈ പ്രോഗ്രാമിൻ്റെ കൊടുക്കേണ്ടത്. എല്ലാ സാധനങ്ങളും, ചെരുപ്പ്, പൊട്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവളാണ് ഒരു പെട്ടി നിറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് ഞാൻ രേഷ്മയ്ക്ക് കൊടുക്കണ്. അപ്പം ഞാൻ പറയും, അവൾക്ക് 2 ആൺകുട്ടികളാണ്. അപ്പം എനിക്ക് ആൺകുട്ടികളല്ല ഉള്ളത്, നിങ്ങൾക്ക് പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ, അപ്പം നീ ചെയ്തതോ അല്ലാതെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മാമൻ്റെ ഭാര്യ അങ്ങനെ അവരുടെ നാട്ടിൽ അങ്ങനെയാണെന്ന് പറഞ്ഞേട്ടാ. അത് കഴിഞ്ഞിട്ട് കുടുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ആദ്യം കിണ്ടിന്ന് വെള്ളം, ഇതൊക്കെ ഓരോ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യണതാണ്. അവനിഷ്ടമൊന്നുമില്ല, അവനോട് ചേച്ചിയുടെ കൈയൊന്ന് പിടിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഇടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞപ്പോൾ ചെയ്തു. വിളക്കൊക്കെ കത്തിച്ച് കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് ഇതൊക്കെ വയ്ക്കുമ്പോൾ പേടിയായിരുന്നു. എൻ്റെ അനിയൻ്റെ ചെറുതുണ്ടായിരുന്നു, അവന് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടി നടക്കാറുണ്ട്. അവനെ പിടിച്ചൊരാൾ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു, അവൻ എന്താ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഈ പരിപാടി ഈ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്തോളാൻ പറഞ്ഞിട്ടിരുന്നിരുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ആവശ്യമില്ല കേട്ടോ, അതിലത്തെ ഒരു സാധനം ആവശ്യമില്ല. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കൊണ്ടുവന്ന് ഇരുത്തി. ഞങ്ങൾ ഒരു മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറുതായിട്ടൊരു 2 ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും ചേട്ടനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവൾക്ക് ഗോൾഡൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഗോൾഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നും ചെറുപ്പത്തിൽ കമ്മൽ കളഞ്ഞിട്ട് കൊണ്ടുവരാം. ഗോൾഡിൻ്റെ കമ്മൽ, ശങ്കിരി അല്ലെങ്കിൽ കമ്മൽ കളഞ്ഞ് കൊണ്ടുവരും. അതിന് ശേഷം അങ്ങനെ ഇട്ട് കൊടുക്കലില്ല. ഞങ്ങൾ വെള്ളിയുടെ ഒരു കമ്മൽ വാങ്ങിയിട്ട് അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാതിൽ സ്ഥിരമായിട്ട് ഇടാനുള്ള അതാണ്.
അത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, മാമ വള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ, എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റ്. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്നവരൊക്കെ ഗിഫ്റ്റും മധുരം പിന്നെ എന്തിട്ടാ മറ്റേ കുപ്പിവള അതൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഒരു സന്തോഷം. പിന്നെ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാട്ടോ വെച്ചത്. എൻ്റെ അനിയനാണ് ബിരിയാണി വെച്ചത്, അടിപൊളിയായിട്ട് വെച്ചു. ഞങ്ങൾക്ക് വെള്ളമില്ലാത്തതിൻ്റെ ഒരു വലിയ കുറവുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ സമയമാകുമ്പോൾ ഇവിടെ വെള്ളം ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ആ വെള്ളമില്ലാത്തതിൻ്റെ ഒരു പരിമിതിയായിരുന്നു നമുക്ക്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നമുക്കിവിടെ നല്ല മഴയും നല്ലോണം വെള്ളം ഉണ്ട് കേട്ടോ. പക്ഷേ ആ സമയത്ത് നമുക്ക് തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെള്ളത്തിന്. അപ്പോൾ എല്ലാവരും മധുരം ഗിഫ്റ്റ് എല്ലാതും കൊടുക്കുന്നുണ്ട്. ഇത് കുടുവിൻ്റെ അമ്മായിയാണ് കേട്ടോ. അമ്മായിയും മക്കളൊക്കെ അങ്ങനെ മധുരമൊക്കെ കൊടുത്ത് ഇത് ഉണ്ണിക്കുട്ടൻ വളയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഫങ്ഷനൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല, ആള് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് വന്നത്. ഇതിൽ ചേട്ടൻ്റെ പാപ്പനാട്ടോ. അത് ചേട്ടൻ്റെ പാപ്പൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുടുവിനെ അനുഗ്രഹിക്കണം. അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മളൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പാപ്പനും മേമയും കുടുവിനെ അനുഗ്രഹിച്ചിട്ടാണ് പോയത്. അത് കണ്ടപ്പോൾ വളരെ സന്തോഷം. ഇത് നമ്മുടെ ഫാമിലി ആയിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഈ ഓനാൽ തുടങ്ങിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓനാലിനെ ഇത് കുടുവിനെ മേക്കപ്പ് ചെയ്യണത് കണ്ടപ്പോൾ തൊട്ടുള്ള കുശുമ്പാണ്. കുശുമ്പ് തന്നെ എന്താ, അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തില്ല, അത് ചെയ്തില്ല. എനിക്ക് ഈ തിക്കും തിരക്കില്ല അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ നേരം കിട്ടിയില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.